മറുനാടൻ മറുതയുടെ മസാല കച്ചവടത്തിന് ഹൈക്കോടതിയുടെ പൂട്ട്. സ്ത്രീകളെക്കുറിച്ച് ചില അമ്മാവന്മാർക്ക് ഇക്കിളി ഉണ്ടാക്കുന്ന രീതിയിലുള്ള മസാല കഥയുണ്ടാക്കിയാണല്ലോ മഞ്ഞക്കാരന്റെ ജീവിതം. അങ്ങനെ കുറേയേറെ അമ്മാവന്മാർക്ക് കുളിര് കൊടുത്ത് കുറെ പണം ഉണ്ടാക്കുന്നതിനിടയിൽ ഇപ്പോ ഹൈക്കോടതിയിൽ നിന്ന് കർശനമായിട്ടുള്ളൊരു താക്കീത് വന്നിട്ടുണ്ട്. സ്ത്രീകളെ വ്യക്തിപരമായി അധിക്ഷേപിച്ചിരിക്കുന്ന, സ്ത്രീകളെക്കുറിച്ച് മോശം പരാമർശം നടത്തിയിരിക്കുന്ന സകലമാന വീഡിയോകളും രാഖി രാമാനം നീക്കിക്കൊള്ളണം, ഇല്ലെങ്കിൽ കച്ചവടം പൂട്ടിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. നേരത്തെ എറണാകുളത്തുള്ള ഒരു സ്ത്രീയെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ ചെയ്ത വാർത്തയാണ് ഹൈക്കോടതിയിൽ കേസായി പോയത്. ആ കേസിൽ അന്ന് തന്നെ വിധിയായിട്ടുണ്ട്, ഇനി മേലാൽ ഇത് ആവർത്തിക്കരുതെന്ന്. പക്ഷേ മറുനാടൻ മഞ്ഞയ്ക്കൊരു വിചാരമുണ്ടല്ലോ, ഞാൻ കോടതിയേക്കാൾ വലിയ ജഡ്ജി ഏമാനാണെന്നുള്ളത്. ആ നിലയ്ക്ക് വീണ്ടും കൊടുത്തു വാർത്ത. അങ്ങനെ കോടതി ഉത്തരവ് ലംഘിച്ചതിന് കോടതിയലക്ഷ്യ കേസ് ആ വനിത വീണ്ടും ഫയൽ ചെയ്തു. ഇതിനോടൊപ്പം തന്നെ തൃപ്പൂണിത്തറയിലെ മറ്റൊരു സ്ത്രീ കൂടി കേസ് കൊടുത്ത പശ്ചാത്തലത്തിൽ ഹൈക്കോടതി പറഞ്ഞു, ഡേ മഞ്ഞക്കാര, നിന്റെ ഈ പരിപാടി നിർത്തിക്കോ എന്നുള്ള കർശന നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. ഉടനടി തന്നെ ഇത്തരം വീഡിയോകളെല്ലാം സോഷ്യൽ മീഡിയയിൽ നിന്ന് റിമൂവ് ചെയ്യാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപങ്ങൾ സ്ത്രീകൾക്ക് നേരെ നടത്തരുതെന്നുള്ള കർശന ഉപാധികളും ഹൈക്കോടതി മുന്നോട്ട് വെച്ചപ്പോൾ ഇനിയിപ്പോ മറുനാടൻ മഞ്ഞയെ കാതോർത്തിരിക്കുന്ന കുറെ കുളിര് അമ്മാവന്മാർക്ക് എന്ത് കൊടുത്ത് ഇദ്ദേഹം പോറ്റുമെന്നാണ് കണ്ടറിയേണ്ടത്. സ്ത്രീകളെ കുറിച്ച് മോശം കഥകൾ ഉണ്ടാക്കുക, ചെറിയ എന്തെങ്കിലും സംഭവം വെച്ച് മസാലകൾ സൃഷ്ടിക്കുക, മസാല വിദഗ്ധനായിട്ടുള്ള മഞ്ഞക്കാരൻ സൃഷ്ടിച്ച കഥകൾ കേട്ട് കോൾമയർ കൊണ്ട് അതിൽ കുളിരണിഞ്ഞിരിക്കുന്ന കുറെ അമ്മാവന്മാരായിട്ടുള്ള വീവർമാർക്കെല്ലാം വലിയ തിരിച്ചടിയാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. സ്ത്രീകളുടെ അന്തസ്സും അഭിമാനവും ഹനിക്കുന്ന തരത്തിലുള്ള വീഡിയോകൾ മേലാൽ ചെയ്യരുതെന്ന നിർദ്ദേശം പുറത്തേക്ക് വരുമ്പോൾ മഞ്ഞ കൂടുതൽ ലോക്കാവുകയാണ്. ഏറ്റവും കൂടുതൽ സത്യം പറയുന്നു എന്നുള്ള വാചകം മുന്നിൽ വെച്ചുകൊണ്ട് മസാലകൾ സ്ത്രീകളെ കുറിച്ച് പറഞ്ഞുണ്ടാക്കുക, നട്ടാൽ കുരുക്കാത്ത നുണകൾ പ്രചരിപ്പിക്കുക എന്നതാണ് ഈ മഹാന്റെ ഒരു പൊതുരീതി. അക്കാര്യത്തിന് കോടതിയിൽ നിന്ന് വലിയ തിരിച്ചടി കിട്ടുമ്പോൾ വരും കാലങ്ങളിൽ നേരത്തെ തൊടുപുഴയിൽ വെച്ചുണ്ടായ സംഭവവികാസം സ്ത്രീകളെ കേന്ദ്രീകരിച്ച് അപവാദ കഥയുണ്ടാക്കിയതിനാണ് ഭേഷ കിട്ടിയത്. എന്നിട്ടും പഠിച്ചില്ല, വീണ്ടും അതേ പണി. പഠിച്ചതേ പാടൂ എന്ന് പറയുന്നത് പോലെ മസാലയാണല്ലോ എന്റെ കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധം. അത് വിതറിക്കൊടുത്ത് കുറേയേറെ വ്യൂവർഷിപ്പായിട്ടുള്ള മനോരോഗികളെ കേന്ദ്രീകരിച്ച് വെച്ച് നടത്തിക്കൊണ്ടിരുന്ന കച്ചവടത്തിന് ഒരു ശക്തമായിട്ടുള്ള താക്കീതായിട്ട് കോടതിയുടെ വിധി മാറിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇത്തരം വീഡിയോകൾ ചെയ്തു കഴിഞ്ഞാൽ കോടതിയെ ലക്ഷ്യമാകും. അത് ചട്ടിക്കകത്താകാനുള്ള വലിയൊരു അവസരം കൂടി ഉണ്ടായിരിക്കുകയാണ്. അങ്ങനെ മറുനാടൻ മറുതയ്ക്ക് നേരത്തെ യൂസുഫ് അലിയും പൃഥ്വിരാജും കൊടുത്ത 8ന്റെ പണിക്ക് ശേഷം ലേറ്റസ്റ്റ് ആയിട്ടും ഫ്രഷ് ആയിട്ട് കിട്ടിയ പണിയാണ് മസാല കച്ചവടം വച്ചു പൂട്ടിക്കൊള്ളാൻ ഹൈക്കോടതിയുടെ കർശന താക്കീത് പുറത്തേക്ക് വന്നിരിക്കുന്നത്.